നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നമ്മുടെ നാട്ടിലൊക്കെ രണ്ട് തരം മുസ്ലിങ്ങൾ ഉണ്ട് എന്നാണല്ലോ വെപ്പ്. ഒന്ന് തീവ്രവാദികളെ അനുകൂലിക്കുന്ന ചീത്ത മുസ്ലിങ്ങളും, ഒന്നോ അതിനെയൊക്കെ പ്രതികൂലിക്കുന്ന, അതിനൊന്നും ഞങ്ങൾ നിൽക്കില്ല എന്നും പറഞ്ഞു നടക്കുന്ന നല്ല മുസ്ലിങ്ങൾ എന്ന രീതിയിൽ പറഞ്ഞു നടക്കുന്ന എന്ന രീതിയിൽ വെപ്പ് മാത്രമുള്ള രണ്ട് മുസ്ലിങ്ങളുണ്ട് എന്നാണ് അത്രേ ഞാൻ കേട്ടിട്ടുള്ളൂ. പലരും പറയാറുണ്ട് എല്ലാ മുസ്ലിങ്ങളും അങ്ങനെയൊന്നും അല്ല കേട്ടോ, നിങ്ങളിങ്ങനെ അടച്ചാക്ഷേപിച്ച് പറയരുത് കേട്ടോ എന്നുള്ളതൊക്കെ. എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് ചോദിക്കാൻ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ മാത്രം ചോദിച്ചാൽ മതി. അതിൽ ആദ്യത്തെ ചോദ്യം 1921 നടന്ന ഏറ്റവും വർഗീയപരമായിട്ടുള്ള തീവ്രവാദപരമായിട്ടുള്ള ഇസ്ലാമിക ഭീകരത, വാരിയംകുന്നത്തെ കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന ആ ക്രൂരനുണ്ടല്ലോ, അയാളെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ പ്രതികൂലിക്കുന്നുണ്ടോ? അയാളെ നിങ്ങൾ ആരാധിക്കുന്നുണ്ടോ? ഇന്നും അയാളെ കുറിച്ച് പറയുമ്പോൾ രോമാഞ്ചം കൊള്ളലുണ്ടോ എന്ന് ഇവരോട് ചോദിച്ചാൽ മതി. അപ്പോൾ ഇവർ യെസ് ഓർ നോ പറയുകയാണെങ്കിൽ, യെസ് ആണ് പൂർണ്ണമായിട്ടും പറയുക എന്ന് നമ്മൾക്കറിയാം. കാരണം പറഞ്ഞിട്ടുണ്ട്, ഇവർ തന്നെ മുദ്രാവാക്യവും വിളിച്ചിട്ടുണ്ട്. 1921 കുത്തിയിറക്കിയ വാളുകളും കുന്തവും ഞങ്ങൾ അറബിക്കടലിൽ ഒഴുക്കിയിട്ടില്ല എന്നാണ് ഇവർ പറഞ്ഞത്. അന്ന് ആർക്കെതിരെയാ ഇവർ ഈ കുന്തവും വാളൊക്കെ ഉയർത്തിയത്? മറ്റാർക്കും എതിരെ ആയിരുന്നില്ല, ഹിന്ദുക്കൾക്കെതിരെയായിരുന്നു. അത് ഒന്നും രണ്ടുമായിരുന്നില്ല, 13,000-ലധികം വരുന്ന ഹിന്ദുക്കളെയാണ് വെട്ടിക്കുട്ടി കൊന്നത്. മാത്രമാണോ? എത്രയോ ആയിരക്കണക്കിന് കുടുംബത്തോടെ ഒന്നടങ്കം നിർബന്ധിത മതപരിവർത്തനം നടത്താൻ സമ്മതിക്കാത്തവരെ വെട്ടിക്കൂട്ടി കൊന്നു. അതിന് നേതൃത്വം നൽകിയ ഏറ്റവും വലിയ ക്രൂരനായിട്ടുള്ള കൊലപാതകിയും വാരിയംകുന്നത്തെ കുഞ്ഞഹമ്മദ് ഹാജിയും. അയാൾക്ക് വേണ്ടി ഒരു സ്മാരകമുണ്ടാക്കി മലപ്പുറത്ത്, വാരിയംകുന്നത്തെ കുഞ്ഞഹമ്മദ് ഹാജി സ്മാരക ഹാൾ, കമ്മ്യൂണിറ്റി ഹാൾ എന്ന് പറഞ്ഞുകൊണ്ട് മലപ്പുറത്തിന്റെ നെഞ്ചത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ആരാ ഉണ്ടാക്കിയത്? മലപ്പുറം ജില്ലാ പഞ്ചായത്താ. ഇനി ഇതാ ചോക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് വീണ്ടും ഒരു സ്മാരകം കൂടി കെട്ടിപ്പൊക്കുന്നുണ്ട്. അതിന് 50 ലക്ഷം രൂപ വരെ അതിന് മാറ്റിവെച്ചിട്ടുണ്ട് ഫണ്ട്. ഞാനടക്കമുള്ള, എന്നെ കാണുന്ന നിങ്ങളടക്കമുള്ള ഓരോ ഹിന്ദുവും ക്രിസ്ത്യാനിയും അടക്കുന്ന നികുതി കാശ് എടുത്തുകൊണ്ട്. ഇതൊക്കെ ആരാ ചെയ്യുന്നത്? ഇവിടുത്തെ മതേതരം ഉയർത്തിക്കാട്ടി നടക്കുന്ന മുസ്ലിം ലീഗ, മതേതര പട്ടമണിഞ്ഞ് നടക്കുന്ന മുസ്ലിം ലീഗ. അതുകൊണ്ട് ഇവിടെ വർഗീയതയുണ്ടോ, അതല്ലെങ്കിൽ നല്ല മുസ്ലിങ്ങളുണ്ടോ ചീത്ത മുസ്ലിങ്ങളുണ്ടോ എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് ഞാൻ എപ്പോഴും പറയും, ഇല്ല, ഇവിടെ ഈ പുസ്തകം പഠിച്ച ഒരേ ഒരു കൂട്ടർ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവർ പറയണം, വാരിയംകുന്നത്തെ കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന ആ കൊടും ക്രൂരന്റെ സ്മാരകം ഇവിടെ വേണ്ട, ആ കൊടും ക്രൂരനെ ഞങ്ങൾ തള്ളിപ്പറയുന്നു എന്ന് പറയണം. പറയുമോ? ഇല്ലെന്ന്. ആരെങ്കിലും നല്ല മുസ്ലിങ്ങൾ എന്ന് ചിന്തിക്കുന്നിടത്ത്, പറയുന്നിടത്ത് നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.